നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുമുണ്ട്. സ്ത്രീ പീഡനം ഇതേപോലെ തന്നെയാണ് പോക്സോയും. സ്ത്രീ പീഡനവും പോക്സോയും ഒക്കെ മാറ്റി എഴുതാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾ നന്നായി ഒന്ന് വിലയിരുത്തി നോക്കണം, പഠിച്ചു നോക്കണം. ഈ പോക്സോയും ഈ സ്ത്രീ പീഡന കേസുകളും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് 50% നുണയോ അർദ്ധസത്യമോ ആയിരിക്കും അതിന്റെ ഉള്ളിൽ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തന്റെ എതിരാളിയായി വരുന്നത് ഒരു പുരുഷനാണെങ്കിൽ അവനെ കൊടുക്കാനുള്ള ഏറ്റവും നല്ല ആയുധമായി സ്ത്രീ പീഡനം മാറി. അതിന്റെ വകുപ്പുകളും നിയമങ്ങളും മാറി. ഒന്ന് പറഞ്ഞാൽ മതി, പിന്നെ അവിടെ ചോദ്യമില്ല, പറച്ചിലില്ല. സ്ത്രീയാണോ പറഞ്ഞത്, ആളും സമൂഹവും നിയമവും എല്ലാം അവർക്ക് അനുകൂലമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് സമർത്ഥമായി ഇതിനെ ദുരുപയോഗം ചെയ്യാം. ഇത് ഒന്നല്ല, 1000 അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ പോയി. ഇതേപോലെ തന്നെയാണ് പോക്സോയും. ഇപ്പൊ വന്നിട്ടില്ല, പലപ്പോഴും ഇതേ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട്. ഒരു 2 വർഷം മുമ്പാണ് ഈ കേരളത്തിന്റെ തെക്കൻ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു ഉമ്മ തന്റെ സ്വന്തം മകളെ കൊണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരിയായ മകളെ കൊണ്ട് പോക്സോക്കുള്ള കേസുണ്ടാക്കുന്നു സ്വന്തം പിതാവിനെതിരിൽ. കുടുംബ പ്രശ്നമാണ്. ഉമ്മയോടൊപ്പമാണ് മകള് താമസിക്കുക, ഉപ്പ വേറൊരു സ്ഥലത്താണ്. അന്വേഷിച്ചു വരുമ്പോൾ ജമാഅത്ത് നാടുമൊക്കെ അന്വേഷിച്ചു വരുമ്പോൾ പ്രതി ഏറ്റവും വലിയ ആ കുടുംബ ശിഥിലീകരണത്തിന്റെ കുഴപ്പക്കാരി സ്ത്രീയാണ്. ഈ കുട്ടിയുടെ പിതാവിന് പണി കൊടുക്കാൻ സ്വന്തം മകളെ കൊണ്ട് പിതാവിനെതിരിൽ പോക്സോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാരണമുണ്ടാക്കുകയാണ്. ഈ മകളെ കൊണ്ട് അധ്യാപികയോട് പറഞ്ഞു പഠിപ്പിച്ച് നന്നായി പരിശീലിപ്പിച്ചിട്ട് സ്കൂളിൽ ചെന്ന് അധ്യാപികയോട് പറഞ്ഞു കൊടുക്കുക സ്വന്തം പിതാവ് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന്. സ്വന്തം പിതാവ് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് മകള് പറയാണ്. പറയേണ്ട താമസം നാടിളകി, സമൂഹമിളകി, നിയമമുണർന്നു. കൊല ചെയ്യപ്പെടുന്ന നിരൂപത്തിൽ ആ മനുഷ്യനെ ജയിലിലേക്ക് കൊണ്ടുപോകപ്പെടുകയാണ്. നാളുകൾ പിന്നിട്ടു, മാസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോഴാണ് തന്റെ ഭാര്യ കൊടുത്ത പണിയാണെന്ന് മനസ്സിലാകുന്നതെങ്കിൽ ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് പോക്സോ കേസിന്റെ പ്രതികളായി ഇന്ന് ജയിലിൽ കിടക്കുന്ന മനുഷ്യർ, അവർക്ക് വേണ്ടി പേനയുന്തിയ ഉദ്യോഗസ്ഥരുണ്ടോ, അവർക്ക് വേണ്ടി പണിയെടുത്ത ഏതെല്ലാം ഭരണാധികാരികളുണ്ടോ, ഇതെല്ലാം ഓർത്തു വെച്ചുകൊള്ളണേ. അവന്റെ റമളാൻ നിഷ്ഫലമാ.